എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ഇത് സോമനാഥിനോട് ചോദിക്കുകയാണ്, നീയാണോ ബോന്തിക്ക് തെറ്റായിട്ടുള്ള ഈ സംഭാഷണമൊക്കെ നീയാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയണം, ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ അനിരുദ്ധ ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തെ പെട്ടെന്ന് പറയാണ്, വേണ്ട അടിക്കല്ലേ എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ എന്താ ബോന്തിത്തെ നീ എന്തീ പറയണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇങ്ങനെ അടിക്കാനൊക്കെ പാടുണ്ട, ചെറിയവരനെ അടിക്കാനൊന്നും പാടില്ല എന്ന് അവൾ അനിരുദ്ധിനോട് പറയാണ്. എന്നിട്ട് സോമനാഥിനോട് അവൾ ചോദിക്കുകയാണ്, എന്നോട് ദേഷ്യമാണോ, ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമാവുമെന്ന്, ഞാനിവിടെ വന്നപ്പോൾ എന്താ വിചാരിച്ചെന്നറിയോ, കാരണം എനിക്കൊരു സഹോദരൻ ഇല്ലല്ലോ, അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോമനാഥ് ഏട്ടാന്ന് അവൾ സോമനാഥിനോട് പറയുമ്പോൾ അനിരുദ്ധ സോമനാഥിനോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത അനിരുദ്ധിനോട് പറയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല, ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, കാരണം എനിക്ക് ഈ ബാത്റൂമിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ എനിക്കും നന്നായിട്ട് മനസ്സിലായി, അപ്പോൾ ഞാനത് എല്ലാവർക്കും മുന്നിൽ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് അവൾ പറയാണ് അവനോട്. അപ്പോൾ അവനും എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവന് അവളോട് ആ സ്കൂളിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ. അപ്പോൾ അവളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, അവളുടെ ഗ്രാമത്തിലുള്ള ഒരു കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ സ്കൂളിൽ പോകാൻ പറ്റില്ല, വിദ്യാലയത്തിലൊന്നും പോകാൻ പറ്റില്ല, പഠിക്കാനേ പറ്റില്ല, അങ്ങനെയാണ്. പിന്നെ മാമിയും എൻ്റെ അമ്മ വരെ എന്താ പറഞ്ഞതെന്നറിയോ, പെൺകുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല, അവർ പഠിക്കേണ്ടത് പാചകമാണെന്നൊക്കെ അവൾ അനിരുദ്ധിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് അതിനുശേഷം ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, എന്തായാലും ഇനിയൊരു മാറ്റം ഇവിടെ കൊണ്ടുവരുന്നേ വേണമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മൈൻഡിൽ പുതിയ ഒരു ഐഡിയ ലഭിക്കുകയാണ്. കാരണം ഈ വിദ്യാഭ്യാസം എന്നുള്ളത് പെൺകുട്ടികൾക്കും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവന് ശ്രമിക്കാൻ പോവാണ്. സീനിൽ കാണിക്കുന്നത് സൗദാമിനി ഇങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛനോട് പറയാണ്, എന്തായാലും അനിരുദ്ധിൻ്റെ മുഖം കണ്ടില്ലേ, അവൻ ആകെ എല്ലാവരുടെ മുമ്പിലും അപമാനിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ചിരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, അനിരുദ്ധിന് കൂടുതൽ വിഷമാവല്ലേ ചെയ്ത്, അവൻ അപമാനിക്കപ്പെട്ടില്ല ചെയ്ത്, അപ്പോൾ ബോന്തിത ഇവിടുന്ന് പോയാ ഇല്ലല്ലോ, അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ലേ വേണ്ടത് നിനക്ക്, പിന്നെ എന്തിനാ ഈ അനിരുദ്ധിനെ ഇങ്ങനെ അപമാനിക്കണം എല്ലാവരുടെ മുമ്പിലെന്ന് പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ശരിക്കും അവളെ പുറത്താക്കാനാണ് നോക്കുന്നുണ്ട്, അല്ലാണ്ട് ഇവനെ അപമാനിക്കാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ പുറത്താക്കും പറഞ്ഞിട്ട് അവളോട് നിൽക്കുന്നുണ്ട്. അവൾക്കും മനസ്സിലായി ഇപ്പോൾ ഈ അവൾ ചെയ്തുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല, അനിരുദ്ധിന് മാത്രമേ അപമാനം ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ബോന്തിതേനെ പുറത്താക്കാനൊന്നും അവൻ നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത് അവളിങ്ങനെ ആലോചിക്കുകയാണ്. നിന്നിട്ട് അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ എന്തായാലും അവളെ പഠിപ്പിക്കാൻ നോക്കിയാലോ, അവൾ ഇനി കൂടുതൽ ദിവസം ഇവിടെ നിൽക്കുകയല്ലേ ചെയ്യുക, നീ ചെയ്തത് ശരിക്കും പൊട്ടത്തരാണെന്നൊക്കെ അവളോട് നന്നായിട്ട് പറയുന്നുണ്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ. പിന്നെ കാണിക്കുന്നത് ബോന്തിതേനെയും ബട്ടൂക്കിനെയാണ്. അപ്പോൾ ബട്ടൂക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ പാത്രം അങ്ങനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതിലുള്ളത് വിദേശത്ത് നിന്ന് കൊടുന്ന ബിസ്ക്കറ്റാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വേണമെന്ന് ബോന്തിത പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവനതെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവന് തുറക്കാൻ പറ്റാതെ ബോന്തിതയ്ക്ക് കൊടുക്കുന്നുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണ അനിരുദ്ധിനോട് പറയാണ്, ബോന്തിതേനെ ഇങ്ങനെ പ്രസംഗം തെറ്റായിട്ട് പറഞ്ഞാലൊന്നും അവളെ കൊണ്ടുപോയിട്ട് വീട്ടിലാക്കരുതെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, ബോന്തിതേനെ പഠിപ്പിക്കണം, അവൾക്ക് ശരിക്കും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം, അപ്പോൾ അതിന് ഒരു മാഷിനെ വീട്ടിലേക്ക് കൊടുന്നിട്ട് അവളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പഠിപ്പിക്കില്ലേ, അങ്ങനെയുള്ള രീതിയിൽ അധ്യാപകനെ വീട്ടിൽ കൊടുന്നിട്ട് പഠിപ്പിക്കണം, അപ്പോൾ അതിന് തയ്യാറാക്കണമെന്ന് സൗരഭിനോട് അവൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഈ സൊസൈറ്റി ഒന്ന് മാറണം, ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് അവരോട് പറയാണ്. പിന്നെ ത്രിലോചന കാണിക്കാണ്. ത്രിലോചൻ ബിഹാരിയോട് പറയുന്നുണ്ട്, ഇനി ബോന്തിതേനെ ഇങ്ങനെ കളിച്ച് നടക്കാൻ പറ്റില്ല, അവൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അനിരുദ്ധ അവളെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ അവളെ പഠിപ്പിക്കാനുള്ള മൈൻഡ് അവന് വരും. അപ്പോൾ അതിന് മുന്നേ അവളോട് ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും പറയണം, ഇവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനൊക്കെ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ത്രിലോചന ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ബോന്തിതേനെ കാണിക്കുന്നുണ്ട്. ബോന്തിത ബിസ്ക്കറ്റിൻ്റെ പാത്രം തുറക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബട്ടൂക്ക് മതി ഇഞ്ഞത് എനിക്ക് തായോ എന്ന് പറയുമ്പോൾ അവൾ കൊടുക്കുന്നില്ല, അവൾ അതായിട്ട് ഓടുകയാണ്. അപ്പോൾ ഹാളിക്ക് ഓടുമ്പോൾ ത്രിലോചന അവരെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ് ബോന്തിതോട്, നീ എന്താ ഈ കളിക്കണ്, നിനക്ക് എപ്പോഴും തീറ്റ എന്നുള്ള വിചാരമുള്ളൂ എന്ന് പറയുമ്പോൾ ബോന്തിനി പറയുന്നുണ്ട്, ഞാൻ അടുക്കളയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ത്രിലോചൻ പറയാണ്, നീ തിന്നാനല്ലേ പോയത്, അല്ലാണ്ട് നീ അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയണം, ഞാൻ കഴിക്കാൻ തന്നെയാണ് പോയതെന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ കളിച്ച് നടക്കാനൊന്നും പറ്റില്ല, നീ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണമെന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, എന്നാൽ സൗദാമിനി ചേച്ചി വരില്ലേ, അപ്പോൾ ആൾ എന്നെ പഠിപ്പിച്ച് തരും, അപ്പോൾ ഞാൻ പഠിച്ചോളാന്ന് അങ്ങനെ പറയുന്നുണ്ട് അവൾ ത്രിലോചനോട്. അപ്പോൾ അവിടേക്ക് ആ കോയിൽ വരുന്നുണ്ട്, അതായത് ആ വേലക്കാരി വരുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. സൗദാമിനിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല, ബോന്തിതയ്ക്ക് നല്ലതൊന്നല്ല അവൾ ചെയ്തു കൊടുക്കുന്നത്, അവളുടെ മോശപ്പെട്ട ആളാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് സൗദാമിനി ശ്രമിക്കണമെന്നൊക്കെ ആ കോയിലി ത്രിലോചനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചനും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, അവൾ ഈ കോയിലി പറയുന്നത് ശരിയാണ്, അവൾ എന്തായാലും ബോന്തിയുടെ നല്ലതിന് വേണ്ടിയിട്ടൊന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്
ത്രിലോചൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്നിട്ട് കോയിലിനോട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ആൾ പറയാണ്. അങ്ങനെ അപ്പോൾ അവൾക്ക് സൗദാമിനി വരുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയോട് ത്രിലോചൻ പറയാണ്, അവിടെ നിൽക്ക്, നീ ഇനി ഇവിടെ അടുക്കളയിൽ ഒരു ഭക്ഷണം പോലും നീ ഇവിടെ ഉണ്ടാക്കില്ല, നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് അവളങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ആൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ മരുമോളെ പിന്നെയും നീ മോശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, വീക്കാക്കുകയാണ് അവളെ പിന്നെയും നീ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര സ്മാർട്ടാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ മരുമോളായിരുന്നു എന്ന് ത്രിലോചനോട് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അവളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ മരുമോൾ നോക്കിക്കോ, ഇനി നല്ലൊരു കുടുംബിനിയാവും, നല്ല ഭാര്യയാവും, അവളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാവും, എല്ലാ കാര്യങ്ങളും അവൾ നല്ലതുപോലെ ചെയ്യും, നോക്കിക്കോ, ഇനി എല്ലാവർക്കും അവൾ തന്നെ അവളുടെ കൈകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ദിവസം അത്ര ദൂരത്തൊന്നല്ല, നീ നോക്കിക്കോന്ന് അവളെ വെല്ലുവിളിക്കുകയാണ് ത്രിലോചൻ. അപ്പം അങ്ങനെ സൗദാമിനി അവിടുന്ന് നല്ല ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബോനിത ത്രിലോചനോട് ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ ആരെന്നെ പഠിപ്പിച്ച് തരിക, എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ, ഇനിയിപ്പോൾ ആരെനിക്ക് ഇതൊക്കെ പഠിപ്പിച്ച് തരിക എന്ന് പറയുമ്പോൾ ത്രിലോചൻ പറയാണ്, വേറെ ആർക്കും എന്താ നിന്നെ പഠിപ്പിച്ച് തരാനൊന്നും പറ്റില്ല, ഞാൻ പഠിപ്പിച്ച് തരും നിനക്ക്, നിന്നൊരു നല്ല ഗൃഹലക്ഷ്മി ആക്കിയിട്ട് നല്ലൊരു കുടുംബിനിയാക്കാൻ ഞാൻ തന്നെ നിനക്കെല്ലാം പഠിപ്പിച്ച് തരുമെന്ന് ത്രിലോചൻ അവളോട് പറയാണ്. ത്രിലോചന അവിടെ നിന്ന് എണീച്ച് പോയിട്ട് പോകുന്നത് ഒരു ചട്ടുകാണോ തവിയാണോ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അങ്ങനെ അത് കൊടുക്കുന്നുണ്ട് പോന്നിതയ്ക്ക്. എന്നിട്ട് പറയാണ്, നീയൊരു നല്ല കുടുംബിനിയാവണം, എല്ലാവർക്കും നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാവും അവിടേക്ക് അനിരുദ്ധ് കയറി വരുന്നത്. എന്നിട്ട് അനിരുദ്ധ് അവളോട് പറയാണ്, ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്താ രസഗുളയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നല്ല, ഞാൻ വേറെ ഒരു ഗിഫ്റ്റാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള സ്ലേറ്റ് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താ അവൾ ചോദിക്കുന്നുണ്ട്. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല, കാരണം അവൾ സ്ലേറ്റ് ഒന്നും ഇതുവരെ കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ അവൻ പറയാണ്, ഇത് നിനക്ക് പഠിക്കാനുള്ളതാണ്, ഇന്ന് മുതൽ നീ പഠിച്ചു തുടങ്ങണം, നീയൊരു നല്ലൊരു പഠിക്കണ കുട്ടിയാവണം, നല്ല വിദ്യാഭ്യാസമൊക്കെ നിനക്ക് വേണമെന്ന് അവൻ പറയാണ്. അപ്പോൾ ഒരു കയ്യിൽ അവൾ ആ ചട്ടവും പിന്നെ ഒരു കയ്യിൽ ഈ സ്ലേറ്റും പിടിച്ചിട്ട് അത് രണ്ടുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ ഇതിൽ ഏതാ സെലക്ട് ചെയ്യുക, ത്രിലോചൻ പറഞ്ഞാണോ അതോ അനിരുദ്ധ് പറഞ്ഞാണോ സെലക്ട് ചെയ്യാന്ന് അറിയാതെ അവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ത്രിലോചൻ അനിരുദ്ധിനോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്. അവളെ അതിൻ്റെ കുടുംബിനിയാക്കാണ് വേണ്ടത്, അല്ലാണ്ട് ഇതൊന്നല്ല വേണ്ടത്. സ്ത്രീകൾ നന്നായിട്ട് ഗൃഹലക്ഷ്മി ആവണം, അവർ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പാചകമൊക്കെ ചെയ്ത് ജീവിക്കേണ്ടവരാണ് അവരെന്നുള്ള രീതിയിലാണ് ത്രിലോചൻ സംസാരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധൊക്കെ അതിനെ എതിർത്ത് സംസാരിക്കുകയാണ്. എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, അപ്പോൾ ബോന്തിതേനെ ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ത്രിലോചനോട് അവൻ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ത്രിലോചൻ അവിടുന്ന് പോവാണ്. അപ്പോൾ ബോന്തിത്തോട് അനിരുദ്ധ് പറയാണ്, നീ എന്തായാലും പഠിക്കുക തന്നെ വേണം, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുക തന്നെ വേണം, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുള്ളൂ, ഇന്ന് മാഷ് വരും നിന്നെ പഠിപ്പിക്കാൻ, അപ്പോൾ നീ പഠിക്കുക തന്നെ വേണം പറഞ്ഞിട്ട് അവന് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. പിന്നെ സൗദാമിനെ കാണിക്കാണ്. സൗദാമിനി ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്, കാരണം ത്രിലോചന അവളെ അപമാനിച്ചില്ലേ, അവളോട് ഇനി അങ്ങോട്ട് വരണ്ട, ബോന്തിതേനെ ഒരിക്കലും സഹായിക്കരുത് എന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾക്ക് ബോന്തിതേനെ പുറത്താക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ നിന്ന്, അപ്പോൾ അതിൻ്റെ ഒക്കെ ദേഷ്യത്തിൽ അവളോട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തിരിക്കണ ജഗ്ഗിലത്തെ വെള്ളമൊക്കെ എടുത്ത് തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്, എന്തിനാവോ എന്തോ. എന്നിട്ട് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തിതേനെയാണ്. ബോന്തിത ചട്ടകവും പിന്നെ സ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, ഞാൻ എന്തപ്പോൾ ചെയ്യുക, ഞാനിപ്പോൾ ആര് പറഞ്ഞതാ കേൾക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബോന്തിത ഉറങ്ങുമ്പോൾ ത്രിലോചൻ വന്നിട്ട് അവളെ എണീപ്പിക്കാനാണ് കാണിക്കുന്നത്. ബോന്തിത എണീക്ക് മരുമോളെ എണീക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് ശബ്ദം ഇടുന്നുണ്ട്. അപ്പോൾ ബോന്തിത എണീക്കാണ്. എന്നിട്ട് പറയണം, ഇത്ര നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാറായെന്ന് പറയുമ്പോൾ ത്രിലോചൻ പറയണം, ഈ പെണ്ണിന് ഏത് നേരം ഭക്ഷണം എന്നൊരു വിചാരമുള്ളൂ, ഞാൻ അതിനല്ല വന്നത്, നീ എണീച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുക വേണ്ടത്, അല്ലാതെ കഴിക്കാനല്ല എന്ന് അവളോട് പറയാണ്. എന്നിട്ട് അവളോ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. കോയിലി അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവൾ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങാണ്. അപ്പോൾ വെള്ളം വീണ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് ത്രിലോചൻ പുറത്തുനിന്ന് പറയുമ്പോൾ ബോന്തിത്ത് പറയാണ്, അയ്യോ ഞാൻ എന്താ ചെയ്യുക, ഇനി ഇങ്ങനെയൊക്കെയാണോ കുടുംബിനിയാവുകയെന്ന് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ സൗരഭിനെ കാണിക്കുന്നുണ്ട്. സൗരഭ് അനിരുദ്ധിന്റെ സ്റ്റഡി റൂമിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് അവന് ഒരു ബുക്ക് ഇങ്ങനെ തിരയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ സമ്പൂർണ്ണയ്ക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അവൾ ഗർഭിണിയല്ല, എങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ഗർഭിണിയാവുക പ്രഗ്നന്റ് ആവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ബുക്ക് തിരയുന്നത്. അപ്പോൾ അനിരുദ്ധ അവിടേക്ക് എണീച്ച് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, സൗരഭ് നീ ഏത് ബുക്കാണ് തിരയണെന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യത്തെ ബുക്ക് ഇങ്ങനെ അനിരുദ്ധ നോക്കുകയാണ്. എന്നിട്ട് അനിരുദ്ധ പറയുന്നുണ്ട്, നീ എന്തിനെങ്ങനെ നാണിക്കുന്നതും നാണിക്കാനുള്ള കാര്യമല്ല, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇത് അറിഞ്ഞിരിക്കണം, ഇത് അറിയാത്ത കാരണം എത്ര കുടുംബങ്ങൾ തകരുന്നുണ്ടെന്ന് എനിക്കറിയോ, അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം, നീ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അനിരുദ്ധ് അവനോട് പറയാണ്. അപ്പോൾ സൗരഭ് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്, ഇന്ന് മാഷ് വരാൻ പറഞ്ഞിട്ടില്ലേ ബോന്തിതേനെ പഠിപ്പിക്കാൻ, ആൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ പഠിപ്പിക്കാനെന്ന് സൗരഭ് പറയുന്നുണ്ട്.
പിന്നെ സൗദാമിനി കാണിക്കുന്നുണ്ട്. സൗദാമിനി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിട്ട് വന്നേക്കാണ്. എന്നിട്ട് അത് അനിരുദ്ധിൻ്റെ അച്ഛന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ അനിരുദ്ധ് വെച്ച് സൗദാമിനി എന്നാവും. അപ്പോൾ ഇതെന്താ ഇതെന്ന് അനിരുദ്ധിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ കല്യാണ കത്താണ്, അത് ഞങ്ങളുടെ കല്യാണം ആദ്യം ഉറപ്പിച്ച് വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ കല്യാണ കത്താന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ പറയണേ, എന്ത് പൊട്ടത്തര നീ വിളിച്ച് പറയണേ, ഇപ്പോൾ അനിരുദ്ധിൻ്റെ ഭാര്യ ബോന്ദിതല്ലേ എന്ന് അനിരുദ്ധിൻ്റെ അച്ഛൻ അവൾ ചോദിക്കുമ്പോൾ അതിപ്പോഴല്ലേ അവളെ പുറത്താക്കും എന്നുള്ള രീതിയിലാണ് സൗദാമിനി സംസാരിക്കുന്നത്. അവൾ എന്തൊക്കെ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ എന്തോ പ്ലാന് അനിരുദ്ധിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ത്രിലോചൻ പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട് വെള്ളം വീണ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അവളുടെ മേൽക്കെല്ലാം നിലത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് വെള്ളം. പിന്നെ കാണിക്കുന്നത് ബോന്ദിതേനെ തന്നെയാണ്. ബോന്ദിത ഇങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, താലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളാകാണ് ഉറക്കം തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ദേവീനെ ഇങ്ങനെ പൂജ ചെയ്യണം, ഓരോ ദേവികളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അനിരുദ്ധ് വരികയാണ്. അപ്പോൾ അനിരുദ്ധിനെ കണ്ടിട്ട് ത്രിലോചൻ പറയാണ് നിൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി വന്ന് തോന്നുന്നു, ഇപ്പോൾ ആ പൂജാമുറിക്കൊക്കെ വന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവനൊരു പൂവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ അവളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ബോന്ദിതയോട് പറയാണ് നീ കാക്ക പറയണ എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതേപോലെ തന്നെ ചെയ്യണം, എല്ലാ ദേവീനെയും പൂജിക്കണം, കൂടാതെ സരസ്വതി ദേവീനെ നീ എന്തായാലും പൂജിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയണത് അത് നിനക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, വിദ്യയുടെ ദേവിയാണ്, അപ്പോൾ നീ എന്തായാലും പൂജിക്കണം എന്ന് പറയുമ്പോൾ ത്രിലോചന് ദേഷ്യം വന്നിട്ട് പറയാണ് നീ ഇപ്പം ഇതിനാണല്ലോ ഇങ്ങോട്ട് വന്നത്, ആ പൂ തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ബോന്ദിതയോട് പറയുന്നുണ്ട്. അപ്പോൾ അവനകത്ത് പൂവ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ത്രിലോചനും അവനും തമ്മിൽ ചെറിയ സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പോകുമ്പോൾ സൗദാമിനി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സൗദാമിനി അവനോട് സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ടെന്നീസ് മാച്ചിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്, മുൻപത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവൾ വേണം എന്ന് വെച്ചിട്ട് ചെമരുമ്പ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവളുടെ തല ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അറിയാത്ത പോലെ അയ്യോ എന്താന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇത് കണ്ടിട്ട് ഓടി വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് മിനി ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയാണ് എന്താ എൻ്റെ കണ്ണൊന്നും കാണാണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് നീ എന്താ മിനി ഇങ്ങനെയൊക്കെ പറയണെന്ന് അവനും പറയാണ്. അപ്പോൾ സൗദാമിനി പറയാണ് ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് ആ പൊക്കോളം പറയാണ്. അപ്പോൾ അങ്ങനെ അവളോടൊന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്ലാനിങ്ങിലത്തെ ആദ്യ കാര്യമാണ് അവളോട് നടത്തിയേക്കുന്നത്. അവൾ എന്താ ഈ തലൊക്കെ വേണം എന്ന് വെച്ചിട്ടാണ് ഈ ചെമരുമൊക്കെ കൊണ്ടുപോയിട്ട് ഇടിച്ചേക്കുന്നത്. അവൾ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വൈകാതെ അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ ബോന്ദിതേനെ കാണിക്കുന്നുണ്ട്. ബോന്ദിതയാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വീഴാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവൾ ആ കയ്യിലുള്ള താലൊക്കെ നിലത്ത് വീഴാണ്. എന്നിട്ട് അവളുടെ കൈ കൊണ്ടിട്ട് ആ വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന തുണിയൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ത്രിലോചന ആകെ ഓവറായിട്ട് എക്സ്പ്രസീവ് ആവാണ്. ആൾ നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അയ്യോ പാപം കിട്ടും, ദേവി എന്നോട് ക്ഷമിക്കണം പറഞ്ഞിട്ട് ആൾ നന്നായിട്ട് മുട്ടിൽ ഇരുന്നിട്ട് നല്ല വിഷമിച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ത്രിലോചൻ. പിന്നെ സൗരഭിനെ കാണിക്കുന്നുണ്ട്. സൗരഭ ആ ബുക്ക് കൊണ്ടുപോയിട്ട് സമ്പൂർണ്ണയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണയാണെങ്കിൽ ആകെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്, അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അവൾ വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറൊന്നും ആവുന്നില്ല. പിന്നെ ഈ ഹവേലി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ബോന്ദിതയുടെ ഈ കാരണം കൊണ്ട് അവളിങ്ങനെ ഈ പൂജ നടത്തുമ്പോൾ അവൾ വീണിട്ട് ആ വിഗ്രഹത്തുമത്തെ തുണിയൊക്കെ നിലത്ത് വീണില്ല. അപ്പോൾ നമുക്ക് പാപം കിട്ടി എന്നുള്ള രീതിയിലാണ് ത്രിലോചനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ, നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിയിട്ട് അത് നമുക്ക് ഇടാം, അപ്പോൾ അത് മാറാവുന്നതല്ലേ ഉള്ളൂ, എന്തിനാ എല്ലാവരും ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ട് ഇരിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ബോന്ദിതേനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ത്രിലോചൻ പറയുന്നുണ്ട് ഇവളെന്തായാലും പഠിക്കാൻ എന്തായാലും ഞാൻ അനുവദിക്കില്ല, ഇവിടെ ഒരു മാഷും വരില്ല ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ത്രിലോചൻ പറയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ് നമുക്ക് എന്തായാലും ബോന്ദിതേനെ കൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം കാണാം, ഇത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം നമുക്ക് കാണാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബോന്ദിതയോട് പറയാണ് അവൻ നീ തന്നെ പോയിട്ട് ബസാറിൽ പോയിട്ട് ഈ വിഗ്രഹത്തിൻ്റെ മുകളിലേക്കുള്ള തുണി നീ തന്നെ വാങ്ങണം, എന്നിട്ട് നീ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നീ തന്നെ അത് ഇടണമെന്ന് അവളോട് പറയാണ്. അവളാണെങ്കിൽ ആകെ വണ്ടറടിച്ചിട്ടിരിക്കുകയാണ്. അവൾക്ക് പൈസ കൊടുത്താൽ അതെങ്ങനെ ചിലവാക്കാന്നോ, അത് ഈ പൈസ ചിലവാക്കണമെങ്കിൽ നമുക്കൊരു തരി ബുദ്ധിയെങ്കിലും വേണ്ടേ, ഒരു വിദ്യാഭ്യാസം വേണ്ടേ, എത്ര അതിൻ്റെ കണക്കൊക്കെ അറിയണ്ടേ. അപ്പോൾ അവൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അവൾ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചനം പറയുന്നുണ്ട് അത് തന്നെ നല്ലത്, അവൾ തന്നെ പോയിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ത്രിലോചൻ പൈസ കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ അവളാണെങ്കിൽ പൈസ പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് അയ്യോ എൻ്റെ പത്തിയോപ്പം എന്തപ്പോൾ ഈ കാണിച്ചത്, എനിക്കാണെങ്കിൽ ഇതൊന്നും കൊടുത്തിട്ട് വാങ്ങാനും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധും ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വില ഇപ്പം എല്ലാവരും അറിയും, അപ്പോൾ എല്ലാവരും
എന്താണ് ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കും എന്നുള്ള രീതിയിൽ അവന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.